ഒളിമ്പിക്സ് ആരംഭിക്കുകയാണ്. ഒരു സർവമത പ്രാർത്ഥനയോടെയാണ് കാര്യപരിപാടികൾ ആരംഭിക്കുന്നത്. ഒരു വിപ്ലവ നായികയ്ക്ക് വേണ്ടി ഭക്തജനങ്ങൾ നടത്തുന്ന പ്രാർത്ഥനായജ്ഞം, അമ്മയ്ക്ക് വേണ്ടി മക്കൾ അർപ്പിക്കുന്ന പ്രാർത്ഥന. എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണമേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലോകചരിത്രത്തിൽ ആദ്യമായി അമ്മയും മക്കളും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം വികസിപ്പിച്ചെടുത്ത ഒരു വിപ്ലവകാരി. വിപ്ലവം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ മാറ്റമെന്നാണ് അർത്ഥം. സമൂഹത്തിന്, മനുഷ്യന്, മാനവികതയ്ക്ക് അനുകൂലമായിട്ടുള്ള മാറ്റത്തിനെയാണ് അക്ഷരാർത്ഥത്തിൽ വിപ്ലവം എന്ന് പറയുന്നത്. ലോകചരിത്രം പരിശോധിച്ചാൽ ഒരു ലീഡർ വിപ്ലവകാരി എന്ന് വിളിക്കുന്നത് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോടാനുകോടി ജനത അമ്മ എന്ന് വിളിക്കുന്നു ഒരു ഭരണാധികാരി. കക്ഷി രാഷ്ട്രീയമില്ലാതെ, ജാതിഭേദമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ ഇത്രയും അസുലഭമായിട്ടുള്ള ഒരു പ്രാർത്ഥന, ഒരു സംസ്കാരമാണ് തമിഴ്നാട്ടിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ബിഷപ്പ് ഹൗസിലെ വികാർ ജനറൽ ഫാദർ തോമസ് പന്തക്കലാണ് പ്രാർത്ഥന തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഒരു നല്ലൊരു കാര്യത്തിനാണ് വന്നിരിക്കുന്നത്. മനുഷ്യ സ്നേഹം കത്തിജ്വലിച്ചുകൊണ്ട് ആ സ്നേഹം നമ്മൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ പോവുകയാണ്. ഈ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരെയും സംഘടിപ്പിച്ച ഈ സംഘാടകരെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾ അവരെ ഒന്ന് അഭിനന്ദിക്കുമ്പോഴേ ഒന്ന് കൈയടിച്ചെന്ന് അഭിനന്ദിച്ചേ, വളരെ നല്ലതാണ്. അവരെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നറിയാതെ അമ്മ കിടക്കുമ്പോൾ മക്കളോട് കൈയടിക്കാൻ പറയുന്നതൊക്കെ മോശമല്ലേ അച്ചോ? ഏതായാലും അങ്ങ് പ്രാർത്ഥിച്ചാട്ടെ. ഓം ഭഗവാൻ, ഓം ഭഗവാൻ, പ്രഭു പിതാ ഭഗവാൻ, ഓം ഭഗവാൻ, ഓം ഭഗവാൻ, ഓം ഭഗവാൻ, പ്രഭു ആത്മാ ഭഗവാൻ, ഓം ഭഗവാൻ, പ്രഭു പിതാ ഭഗവാൻ, ഓം ഭഗവാൻ, പ്രഭു പുത്ര ഭഗവാൻ, ഓം ഭഗവാൻ, പ്രഭു ആത്മാ ഭഗവാൻ. അല്പസമയം കൂടി സൈലൻ്റായിട്ട് നിൽക്കുക. മുസ്ലിം മത പ്രാർത്ഥന നടത്തുന്നതിന് വേണ്ടി ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ശാന്തിഗിരി ആശ്രമത്തിലെ ആനന്ദജ്യോതി ജ്ഞാന തപസ്വി എത്തിയിട്ടുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കട്ടെ. നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓം അസദോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോന്മാ അമൃതം ഗമയ
ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. അതുവരെ അണ്ണാ DMKയുടെ ഇടുക്കി ജില്ലാ സെക്രട്ടറി സുബ്ബരായൻ പ്രസംഗിക്കും. நாம் அந்த தாயின் உடல்நல நல்ல பூரண குணமடைந்து இன்னும் சிறப்பாக பல மடங்கு தெம்பாக சகல ஐஸ்வர்யத்தோடு ஆயுள் பலத்தோடு ஆரோக்கியத்தோடு பல்லாண்டு பல்லாண்டு வாழ்ந்து அம்மா நமக்கு தமிழகத்துக்கு இந்தியாவுக்கு இந்த உலகத்திற்கே வழிகாட்டி நல்ல சேவை செய்ய வருவார்கள். அதற்கு வேண்டி இந்த பிரார்த்தனையை நாம் இங்கே இந்த பிரார்த்தனையில் நாம் கலந்து கொண்டிருக்கிறோம். இந்த பிரார்த்தனை கூட்டத்திற்கு வந்திருக்கிறோம் உங்கள் எல்லாருக்கும் எனது மகிழ்ச்சியையும் நன்றிகளும் வணக்கத்தையும் தெரிவித்துக் கொள்கிறேன். நன்றி, வணக்கம். ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പ്രതീക്ഷിക്കപ്പെട്ട ഉസ്താദ് യോഗാവസാനം വരെയും വന്നില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മർക്കസിൽ നിന്നുള്ള മൗലാന മൂസ ഹസ്രത്ത് എന്നാണ് സംഘാടകർ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു ഹസ്രത്ത് വന്നില്ല. ഏതായാലും ഒരു മതത്തിന്റെ പ്രാർത്ഥന കുറഞ്ഞതുകൊണ്ട് ഈ പ്രാർത്ഥന കേൾക്കാതെ പോകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കിടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ മുസ്ലിം പ്രശ്നം വേറെ തന്നെ ചർച്ച ചെയ്യാനുണ്ട്. മുസ്ലിം പ്രശ്നം എന്നാൽ ശരീഅത്ത് മുതൽ മുത്തലാഖ് വരെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളുണ്ടല്ലോ. എന്നാൽ ഇതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സഭയിൽ ചർച്ച ചെയ്യുന്നത് താടിയുടെ പ്രശ്നമാണ്. താടി വെക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നം. ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി അംഗം TV ഇബ്രാഹിമാണ് അത് ഉന്നയിച്ചത്. കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താടി വെക്കാനുള്ള മുസ്ലിം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് താടി വെക്കാനുള്ള സൗകര്യമില്ല സർ. ഇത് CSFലുണ്ട് സർ, റെയിൽവേ പോലീസിലുണ്ട് സർ. അതോടൊപ്പം തന്നെ പിന്നെ ബോംബെ സെക്യൂരിറ്റി ഫോഴ്സിൽ പോലുള്ള ഈ സൗകര്യം കേരളത്തിൽ ബഹുമാനപ്പെട്ട അംഗിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചിരിക്കുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട അങ്ങ് എന്ന് TV ഇബ്രാഹിം ഉദ്ദേശിച്ചത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയെയാണ് കേട്ടോ. എന്നാൽ അതിനിടയിൽ വേറൊരു മന്ത്രി വേറൊരു തരത്തിലുള്ള മറുപടിയുമായി എഴുന്നേറ്റു. എൻ്റെ സുഹൃത്ത് TV ഇബ്രാഹിം താടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. താടി വളർത്തുന്നത് അത് ഒരു മതാവകാശം എന്ന രൂപത്തിലാണ് അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. സാർ, മതവുമായി അതിന് ഒരു ബന്ധവുമില്ല എന്നുള്ളത് അത് പറഞ്ഞ TV ഇബ്രാഹിം തന്നെ താടി വെച്ചിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഈ സഭയിലെ മുസ്ലിം ലീഗിന്റെ ഒരൊറ്റ മെമ്പർമാരും താടി വെച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ്. അതിന് മതവുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സാർ അതുകൊണ്ട് തന്നെയാവണം മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടും പോലീസിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിക്കാതിരുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സാർ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കാലത്ത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ള എൻ്റെ അഭിപ്രായവും കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ അഖിലേന്ത്യാ കൺവീനറായിരുന്ന കാലത്ത് പോലും KT ജലീൽ താടി വെച്ചിട്ടില്ല. KT ജലീൽ താടി വെക്കാത്തത് താടി മതാവകാശമല്ല എന്നതിന് തെളിവായി സ്വീകരിക്കപ്പെടാതിരിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാവ് തന്നെ എഴുന്നേറ്റു. താടി മതപരമായ ഇതല്ല എന്ന് പറഞ്ഞു സർ. അത് ആവശ്യമില്ലാത്തൊരു പരാമർശമാണ്. കാരണം താടി മതപരമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഈ നാട്ടിലുണ്ട്. വെക്കാതിരിക്കുക അതൊക്കെ അവനെൻ്റെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം. പക്ഷേ അത് പ്രോഫറ്റിൻ്റെ തിരുസുന്നത്ത്, അതായത് അവൻ്റെ വഴിക്ക് വരുന്ന ഒരു സംഗതി ഞങ്ങളൊക്കെ കേട്ടിട്ടുമുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇല്ലായിരുന്നു ഒന്നാളെ ആരെങ്കിലും വിമർശിച്ചാൽ അത് വല്ലാതെ മോശമാവും. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെയാണ്. താടികൾ പലവിധമുണ്ട്. ലെനിൻ്റെ താടി വെക്കുന്നവരുണ്ടാവും, താടി വെക്കാത്തവരുണ്ടാവും, ഫാഷന് വേണ്ടി വെക്കുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മളെ നെയ്മറെ താടി വെക്കുന്നുണ്ട്. സ്പീക്കർ ബോബായിട്ട് സഭാധ്യക്ഷന്റെ താടി എന്ത് താടിയാണ്? ആ സുന്നത്ത് നമുക്ക് കിട്ടുമോ? ആ സുന്നത്ത് കിട്ടുമോ?
പക്ഷേ താടി മതപരം അല്ല എന്ന് പറയരുത്. കാരണം അത് അങ്ങനെ വിശ്വസിക്കുന്നവർ ഈ നാട്ടിലുണ്ട്. ഇപ്പം നിങ്ങളെ അത് പറഞ്ഞു കേട്ട് നിങ്ങളവിടെ എന്തെടുക്കുകയായിരുന്നു, നിങ്ങൾക്ക് ചോദിച്ചാൽ നമുക്ക് മോശമാവും അല്ലേ? അതുകൊണ്ട് ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്ത് ചർച്ചാ വിഷയമാക്കണ്ട പ്ലീസ്. സാർ, ഞാൻ പറഞ്ഞത് താടി ഒരു നിർബന്ധമുള്ള കാര്യമല്ല എന്നാണ്. നിർബന്ധമുള്ള കാര്യം സാർ, അങ്ങനെയാണെങ്കിൽ താടി സാർ ഞാൻ ചോദിക്കട്ടെ സാർ, താടി നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ 18 മെമ്പർമാരിൽ ഒരാളും താടി വെച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് വെക്കാത്തത് സാർ? ഞാൻ പറഞ്ഞത് പോലീസിൽ താടി വളർത്താനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നുള്ള ആവശ്യം ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പരിഗണിക്കേണ്ടതില്ല എന്നാണ്. CH മുഹമ്മദ് കോയ സാഹിബ് ആഭ്യന്തരമന്ത്രിയായിരിക്കെ അത്തരം ഒരു സ്വാതന്ത്ര്യം കേരള പോലീസിൽ അനുവദിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് എന്റെ സുഹൃത്ത് ഇബ്രാഹിം അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്? സാർ, CH മുഹമ്മദ് കോയ സാഹിബ് അംഗമായിരുന്നല്ലോ, താടി ഉണ്ടായിരുന്നോ? നഹാ സാഹിബ് താടി ഉണ്ടായിരുന്നു. ഞാനതിനെതിരല്ല. പ്ലീസ് 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 പ്ലീസ്, അനാവശ്യമാണ്. ഇനി താടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യണ്ട, വെക്കുന്നവർക്ക് വെക്കാം. മോസിൻ താടി വെച്ചിട്ടുണ്ട്, നല്ലതാ, ഇരിക്കെ. സാർ, പ്ലീസ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് സംസാരിക്കാൻ. സാർ, ഇത്തരം ചർച്ചകൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഇത് ആവശ്യമില്ലാത്ത വിവാദം. എന്തിനാണ് ഇങ്ങനെയുള്ള വിവാദങ്ങൾ ഇവിടെ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും താടിയുടെ അവകാശം സ്ഥാപിക്കാനല്ല വാദിച്ചത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. താടി മതാവകാശമല്ല എന്ന വാദം ഉയർന്നപ്പോൾ മുസ്ലിം ലീഗ് MLA-മാർ മിണ്ടാതിരിക്കുന്നത് മോശമല്ലേ എന്ന് കരുതി എഴുന്നേറ്റ് പോയതാണ്. പക്ഷെ പിറ്റേ ദിവസം വേറൊരു ലീഗ് MLA ജലീലിന് മറുപടിയുമായി വന്നു. അതൊരു വരവായിരുന്നു. പിന്നെ താടി അത് മൂപ്പരെന്തിനാ എത്ര CB ഇബ്രാഹിം എന്താ പറഞ്ഞത്? ഒരു പോലീസുകാർക്ക് ഇങ്ങനെ താടി ചുട എന്താ? ജലീലിന്റെ ഓൺ ഫാദറും ഗോഡ് ഫാദറും താടിയാണ്. അത് ഓൺ ഫാദർ മനസ്സിലായില്ലേ? അതിന് മലയാളം ഗോഡ് ഫാദർ, അത് മനസ്സിലായില്ലേ? അപ്പൊ അത് 2 താടിയൊക്കെ ഉണ്ട്. അത് ഓൺ ഫാദർ സ്വന്തം പാപ്പ, മറ്റേ ഗോഡ് ഫാദർ ഉപദേശം നടക്കണം. അത് പുതിയ ഒരു നബി ഉണ്ടല്ലോ, അയാളും കൂടി. അത് നമ്മളെ AP കാതപുരം മുസ്ലിംകാര്. ആള് പത്തായക്കോടൻ ബഷീർ ആയതുകൊണ്ട് ചർച്ച താടിയിൽ നിന്ന് വിട്ട് ബാപ്പാനെ പറ്റിയായി. സർ, മലയാളത്തില് സർ ഇംഗ്ലീഷില് ഫാദർ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളാണെങ്കിൽ വാപ്പ എന്ന് പറയും, ക്രിസ്ത്യാനികളാണെങ്കിൽ പറയും. ആ അർത്ഥത്തിലാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പഠിപ്പിച്ചോളൂ. എന്റെ വാപ്പാണ് ഞാൻ വാപ്പ തന്നെ പറയുള്ളൂ. അതിന് ഇംഗ്ലീഷാണ് ഫാദർ എന്ന് വെച്ചാൽ അതിന് എന്താ അത് ഇംഗ്ലീഷ്. അത് മനസ്സിലാക്കട്ടെ. നിങ്ങൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാര്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോളി. അക്ഷര വിദ്യാഭ്യാസമില്ലാത്ത സമൂഹത്തിന്റെ വിരക്ക് ഒരു പോയിന്റിൽ ഒരു ഓർഡറും ഇല്ല. ക്രമപ്രശ്നവുമായി എഴുന്നേറ്റത് KT ജലീലിന്റെ സഖാവായ അഡ്വക്കേറ്റ് PTA റഹീമാണ്. എനിക്ക് സമയം തരും. പണ്ഡിതനാണ് AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ സംബന്ധിച്ച് അനാവശ്യമായ പരാമർശം നടത്തിയൊരു സഭയിൽ നീക്കം ചെയ്യണം സാർ. അത് ഇതിൽ അതൊക്കെ ഈ വിവരമില്ലാത്ത വക്കീലന്മാർ പലതും പറയാതൊന്നും പറഞ്ഞ് നോക്കണ്ട. ചർച്ച എങ്ങനെ കലങ്ങി മറിയുമ്പോഴും ഒരു ചോദ്യം ഉയർന്നു നിൽക്കുന്നു. KT ജലീലിന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ സാർ, താടി നിർബന്ധമുള്ള കാര്യമാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ 18 മെമ്പർമാരിൽ ഒരാളും താടി വെച്ചിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടാണ് വെക്കാത്തത് സാർ? അത് ശരിയല്ല. ആ പ്രസ്താവന ശരിയല്ല. അത് മന്ത്രി സത്യം മറച്ചു വെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരാൾ താടി വെച്ചിട്ടുണ്ട്. ശ്രീ C. മമ്മൂട്ടി. C. മമ്മൂട്ടിയായ ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളെ 2 വിഭാഗമായി പരിഗണിക്കണമെന്ന് ഇതിനാൽ പൊളിമിക്സ് വിധിക്കുന്നു. താടി വളർത്തുന്ന മുസ്ലിങ്ങളും താടി വളർത്താത്ത മുസ്ലിങ്ങളും. താടി വളർത്തുന്ന മുസ്ലിങ്ങളുടെ നേതാവായ
സി മമ്മൂട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ കാലം മാറി വരുന്നത് കാണാം. കാലം മാറുമ്പോൾ ആദ്യം മാറുക കലാലയങ്ങളാണ് എന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ മുദ്രാവാക്യങ്ങളുടെ താളമാണ് മാറുന്നത്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലുള്ള ഉന്നത സർവകലാശാലകൾ ഇവിടെ ഇല്ലെങ്കിലും അവിടെ കേട്ട മുദ്രാവാക്യത്തിൻ്റെ താളം ഇവിടെയും കേൾക്കാനുണ്ട്. അല്ലെങ്കിലും അവിടെയുള്ള തരം വിപ്ലവ പ്രസ്ഥാനങ്ങളല്ലല്ലോ ഇവിടെയുള്ളത്. ഞങ്ങൾ ഇന്ന് യൂണിവേഴ്സിറ്റി മാർച്ച് സംഘടിപ്പിക്കാൻ തന്നെ കാരണം കഴിഞ്ഞ 28 ദിവസമായി സമാധാനപരമായിട്ടാണ് SF നേതൃത്വത്തിൽ ഒരു സമരം നടത്തുന്നത്. ഞങ്ങൾ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പാത സ്വീകരിച്ച സമരമാണ് ഏറ്റെടുത്തത്. രാഷ്ട്രപിതാവ് നമ്മോട് പറഞ്ഞു സമാധാനപരമായി സമരം ചെയ്യണം, നിങ്ങളുടെ ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് രാഷ്ട്രപിതാവ് നമ്മോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കരണത്ത് വീശി അടിച്ചപ്പോൾ മറുകരണം കാണിച്ചു കൊടുത്തുകൊണ്ട് 28 ദിവസമായി ഞങ്ങൾ അടി വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. സമരം ഏറ്റെടുക്കുമ്പോൾ ഗാന്ധിമാർഗത്തിലായിരുന്നുവെങ്കിലും നീണ്ട 28 ദിവസങ്ങൾ അവരെ മാറ്റിമറിച്ചു. ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ പിന്മുറക്കാർ മാത്രമല്ല, ഞങ്ങൾക്ക് ഭഗത് സിംഗിന്റെ പാരമ്പര്യമുണ്ട്. ഭഗത് സിംഗിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞത് VC-ക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ബോംബെറിയുന്ന പാരമ്പര്യം. ബഹുമാനപ്പെട്ട VC-യോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇത് ഇന്ത്യയല്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്കും പ്രതിഷേധിക്കാൻ അവസരമില്ലേ? ഭരണഘടന പറഞ്ഞിട്ടില്ല വിദ്യാർത്ഥികളോട് സംഘടിക്കരുത് എന്ന് ഭരണഘടന പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ VC ഇവിടെ നടപ്പിലാക്കുന്നത് എന്താ? ഹിറ്റ്ലറും മുസോളിനിയും നടപ്പിലാക്കിയ ഏകാധിപത്യ നിലപാടുകളാണ് ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് നടത്താൻ കേരള VC ശ്രമിക്കുന്നത് എങ്കിൽ ഏറ്റവും ശക്തമായ പ്രതിഷേധങ്ങൾ ഏറ്റെടുക്കാൻ SFI എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പ്രസ്ഥാനം കടന്നു വരും. VC ഹിറ്റ്ലറും മുസോളിനിയുമായി മാറുമ്പോൾ തീർച്ചയായും SFI ചെമ്പടയാകണമല്ലോ. ചരിത്രത്തെ മിമിക്രി ചെയ്യുമ്പോൾ മൊത്തത്തിൽ അനുകരിക്കണ്ടേ? SFI-ക്കാരുടെ മുദ്രാവാക്യത്തിൻ്റെ താളം അങ്ങനെ മാറി വരുമ്പോഴാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനവും വിദ്യാർത്ഥി സമരവുമെല്ലാം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനോട് ഒരു ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അങ്ങ് കണ്ടുപിടിച്ച പ്രസ്ഥാനം എവിടെ പോയി മറഞ്ഞു എന്ന്. ഒരു കമ്മിറ്റി പോലും ഇല്ലാതായി പോയല്ലോ ആ ചരിത്ര പ്രസ്ഥാനത്തിന്. കേസിന് പഴയ പോലെ ശക്തിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം. പണ്ടത്തെ ശക്തി ഇപ്പോഴില്ലെന്ന് പറഞ്ഞാൽ കേസിന് മാത്രമല്ല SFI-ക്കും പഴയ ശക്തിയില്ല. കേസും SFI കൂടെ മത്സരിക്കുമ്പോൾ SFI പലയിടത്തും ജയിക്കുന്നെങ്കിലും പഴയ SFI ആണോ ഇപ്പോൾ? അതിന് നിഴല SFI. പഴയ SFI-യുടെ നിഴൽ മാത്രമാണോ പുതിയ SFI? ഒരുപക്ഷെ പഴമക്കാർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവാം. ദിഗന്ധങ്ങളെ മുഴക്കുന്ന മുദ്രാവാക്യത്തിൻ്റെ ഹുങ്കാരത്തിന് പകരം ഇപ്പോൾ പെന്തോക്കോസ്ത് മട്ടിലാണല്ലോ മുട്ടുംപാട്ടും. മുദ്രാവാക്യത്തിൻ്റെ രീതി ഇപ്പോൾ ഒരു സംഗീതാത്മകമായ നിലയിലേക്ക് മാറിയിരിക്കുക. കാരണം
1980-കളിൽ വിളിച്ച മുദ്രാവാക്യം ഒരുപക്ഷെ 2016 എത്തുമ്പോഴൊക്കെ മാറ്റം വേണ്ടതായി വരും. കാരണം മുദ്രാവാക്യങ്ങൾ ഓരോ കാലഘട്ടത്തിലും എന്താണോ അതിനകത്ത് നാം ലക്ഷ്യം വെക്കുന്നത്, ഏത് ക്യാമ്പയിനാണോ നാം ഏറ്റെടുക്കുന്നത്, അതാണ് മുദ്രാവാക്യത്തിലൂടെ ഓരോ പ്രകടനത്തിലും അതുപോലെ തന്നെ മറ്റ് പരിപാടികളിൽ നാം ഉപയോഗിക്കാറ്. അപ്പോൾ അതെങ്ങനെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് മുദ്രാവാക്യത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ മുദ്രാവാക്യം പൂർണ്ണമായും ജനങ്ങളിൽ എത്തിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ശൈലിയിൽ മാറ്റം വരേണ്ടതായി വരും. അതിൻ്റെ രീതിയിൽ തന്നെയാണ് സംഗീതാത്മകമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ SFI സമരത്തിനകത്തെ കടന്നു വരുന്നത്. അതുമാത്രമാണോ മാറ്റത്തിൻ്റെ കാരണം? കേരള VCക്കെതിരെയുള്ള ക്യാമ്പയിൻ ആയതുകൊണ്ട് താളമൊന്ന് മാറ്റി ചവിട്ടിയതാണോ? അത്രയേ ഉള്ളൂ ഇതിനെല്ലാം അർത്ഥം? അതുമാത്രമല്ല, രാജ്യവ്യാപകമായി ഈ രീതിയിലേക്ക് മുദ്രാവാക്യം മാറുകയാണ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടന്ന സമരം, JNUവിൽ നടന്ന രാജ്യ ഭരണാധികാരികൾക്കെതിരായി ഹിന്ദുത്വ ഫാസിസത്തിനെതിരായി നടന്ന ഐതിഹാസിക സമരത്തിലുൾപ്പെടെ ഉപയോഗിച്ചൊരു മുദ്രാവാക്യ രീതിയുണ്ട്. അത് രാജ്യമെമ്പാടും നാം എല്ലാം ചർച്ച ചെയ്തതാണ്. ആ രീതിയിൽ തന്നെ കേരളത്തിലെ ക്യാമ്പസുകളിലും മുദ്രാവാക്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ പുതിയ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഗീതാത്മകമായ മുദ്രാവാക്യങ്ങൾ കടന്നു വരുന്നു. അത് കൂടുതൽ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്നു, പൊതുസമൂഹം ഏറ്റെടുക്കുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുന്നിലേക്ക് പുതിയ മുദ്രാവാക്യങ്ങൾ പറന്നു വന്ന ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് വേഡ്സ്വർത്ത് പാടിയതാണ് ഓർമ്മ വരുന്നത്. ആ പുലരിയിൽ ജീവിച്ചിരിപ്പതാനന്ദം, യുവത്വം സ്വർഗം താൻ. കാര്യപരിപാടികൾ അവസാനിക്കുന്നതിന് മുൻപ് ഒരു വെളിപ്പെടുത്തലുണ്ട്. ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ, അതീവ ഗുരുതരമായ വെളിപ്പെടുത്തൽ. ഞാൻ താമസിക്കുന്ന മന്ത്രി മന്ദിരം മുമ്പ് താമസിച്ചാണ് ബേബി പറയുന്നത് തൊട്ട് മുമ്പ്. നിങ്ങൾ എന്താ അവിടെ നടന്നറിയോ? 700 ചില്ലുവാനം മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. 700 ചില്ലുവ ഞാൻ തന്നെ എണ്ണി പിറകി വീട് PRD ഏൽപ്പിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു. ഇത് മന്ത്രി ഒറ്റയ്ക്ക് കുടിച്ചല്ലല്ലോ ഇത്, ആണോ? മന്ത്രിക്ക് അങ്ങനെ കുടിക്കാൻ കഴിയുന്ന ശരീരവും ഇല്ല. ചിലപ്പോൾ ഈ മെലിഞ്ഞവരായിരിക്കും കൂടുതൽ അടിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല, അതെനിക്കറിയാൻ പാടില്ല. എന്നാലും മന്ത്രി വളരെ 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 മെലിഞ്ഞാളാണ്. അദ്ദേഹം മദ്യപിക്കുമെന്ന് എനിക്ക് അറിയത്തുമില്ല, അദ്ദേഹത്തെ ആരോപിക്കല്ല. അപ്പോൾ അവിടെ വേറെ ആൾ മദ്യപിച്ചു. കുപ്പികളല്ലേ എന്തിനാണ്? ഇത് മാറ്റാനുള്ള മര്യാദ വേണ്ടേ? അത് കുഴിച്ചുകൂടാനുള്ള മര്യാദ വേണ്ടേ? ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഇതൊക്കെയാണ് നടന്നത്. പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ താമസിച്ചിരുന്ന വീട്ടിൽ മുൻപ് താമസിച്ചിരുന്നത് അനൂപ് ജേക്കബാണ്. അദ്ദേഹം സുധാകരൻ പറഞ്ഞതുപോലെ വളരെ 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 മെലിഞ്ഞ ആളുമാണ്. ഏതായാലും സുധാകരൻ സഖാവ് താമസിക്കാൻ വരുന്നതിന് മുൻപ് കുപ്പി എണ്ണി നോക്കാതെ പോയത് അനൂപിൻ്റെ വീഴ്ച തന്നെയാണ്. ഈ മന്ത്രിസഭയുടെ കാലത്ത് അങ്ങനെയൊന്നും വേണ്ടിവരില്ല എന്ന സമാധാനത്തോടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ചിയേഴ്സ്. സംസ്ഥാന കൃഷിമന്ത്രിയും CPIയുടെ യുവനേതാവുമായ ശ്രീ VS സുനിൽകുമാറാണ് ഇന്ന് വ്യൂ പോയിന്റിൽ എൻ്റെ അതിഥി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമം 2016 അടുത്ത മാസം സഭയിൽ അവതരിപ്പിക്കപ്പെടാനിരിക്കുകയാണ്. 2008 മുൻപ് അനധികൃതമായി നെൽവയൽ നികത്തിയവർക്ക് ലഭിച്ചിരുന്ന